ആക്ഷൻ ഉണ്ട്, ഇമോഷൻ ഉണ്ട്. എനിക്ക് താങ്കളുടെ സിനിമയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട കൽബ് തന്നെയാണ്. അതിനപ്പുറത്തേക്ക് ഒരു സിനിമയിലേക്ക് ഞാൻ എന്നത് താങ്കൾ ഇമോഷൻ എനിക്ക് വർക്ക് ചെയ്ത കൽബാണ്. അതിന് വേറെ സിനിമകൾ വരുന്നുണ്ട്. ഇതിൽ ഇപ്പോൾ അച്ഛൻ എന്ന സ്ഥാനത്ത് നിന്ന് ഈ സിനിമയുടെ ക്യാരക്ടറാണ് പറയുന്നത്. ഒരു ഇമോഷൻ വർക്ക് ചെയ്യുമ്പോൾ ജോണി ചേട്ടന് തന്നെ എൻ്റെ ഒരു വലിയൊരു വേദന ഉണ്ടായിട്ടുണ്ടോ? അത്തരം ഒരു സീനുകൾ ചെയ്യുമ്പോൾ എന്തായിരുന്നു തോന്നിയത്? വീട്ടിലെ തൊട്ടടുത്ത അമ്മയാണ് ഇരിക്കുന്നത്, എന്താണ് തോന്നിയത്? അതെ അതെ, വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം ഇതിൽ പറഞ്ഞ പോലെ നമുക്ക് ഏറ്റവും ഒരുമിച്ചുള്ള സ്ക്രീൻ ടൈം ഉള്ളത്. കാരണം ഫസ്റ്റ് ഹാഫ് കുറച്ച് ലൈറ്റ് ഹാർട്ടുള്ള, സെക്കൻഡ് ഹാഫിലെ കുറച്ച് പരിപാടിയിലൊക്കെ കുറച്ച് കടക്കുന്നു ഈ കഥ. അപ്പം അതിൽ ഒരുപാട് ഇമോഷണലി കണക്ട് ചെയ്യുന്ന മൂമെന്റ്സ് ഉണ്ട്. ഇപ്പൊ നമ്മൾ ഈ കൊടുക്കൽ വാങ്ങുന്നത് പറയുമ്പോൾ കോമഡിയിൽ മാത്രമല്ല അപ്ലൈ ചെയ്യുന്നത്. ചിലപ്പോൾ ഇമോഷൻ സീക്വൻസ്, ചിലപ്പം ജോൺ ചേട്ടൻ പറയുന്നത് ഒരു ഡയലോഗ് ആയിരിക്കും, അത് ഞാൻ ചിലപ്പോൾ അറിയാതെ കൊടുക്കുന്ന ഒരു റിയാക്ഷൻ ആയിരിക്കും അത് ക്യാപ്ചർ ചെയ്ത്. അങ്ങനെ ഒരുപാട് നാച്ചുറൽ ആയിട്ട് ഒരുപാട് ഡൈനാമിക്സ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ ഇപ്പോഴും പറയുക, ഈ 4 പടങ്ങൾ ഞാൻ ചെയ്തത് എന്നെ ഒരു ആക്ടറായിട്ട് ഏറ്റവും യൂസ് ചെയ്ത 2 പടങ്ങൾ കൽബും ഒരെണ്ണം UK ഒക്കെ ആയിരിക്കും. അത് എനിക്ക് ഉറപ്പായിട്ട് പറയാൻ പറ്റും. ഹോപ്പ്ഫുള്ളി ഓഡിയൻസ് അങ്ങനെ സ്വീകരിക്കുന്നു വിശ്വസിക്കുന്നു. പക്ഷേ ശരിക്കും എന്നെ ഒരുപാട് ഒരു ആക്ടറിന്റെ നിലയിൽ എന്നെ യൂട്ടിലൈസ് ചെയ്ത് ചാലഞ്ച് ചെയ്ത ഒരു പടം തന്നെയാണ് UK ഒക്കെ. എനിക്ക് തോന്നുന്നു ഇപ്പൊ ജോണിച്ചേട്ടൻ പറഞ്ഞതല്ല, എനിക്കൊരു സന്തോഷം ചിലപ്പോൾ എന്റെ പേരൻസിനായി എന്ന് പറഞ്ഞാൽ സ്വന്തം വീട്ടിൽ താങ്കൾ എങ്ങനെയായിരുന്നു ആ ഒരു സന്തോഷം ഈ സിനിമ കാണുമ്പോൾ താങ്കൾക്കാണ് ഉണ്ടാവുന്നത്, അച്ഛനും അമ്മയ്ക്കായിരിക്കും ഉണ്ടാവുക? എനിക്കൊന്ന് രണ്ടും അവർക്കൊരു പ്രൗഡ് മൊമെന്റ് തന്നെ. കാരണം ഞാൻ ശരിക്കും ഒരു ബിടെക് ഗ്രാജുവേറ്റ് എഞ്ചിനീയറിംഗ് കഷ്ടിച്ച് അത് പാസ്സായത്. പക്ഷേ ഡെഫിനറ്റ്ലി അവർ ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു രണ്ടുപേരും. ഇതുപോലെ ഈ കലാമേഖലയിലൂടെ എനിക്കുള്ള ഒരു പാഷൻ, അവർ ഭയങ്കര സപ്പോർട്ടീവ്. സപ്പോർട്ട് ഇല്ലാതെ എനിക്ക് നിലവിൽ എത്താൻ പറ്റത്തില്ല. അതിൻ്റെ ഒരു തിരിച്ചറിവ് കാരണം എനിക്ക് നല്ല കോൺഫിഡൻ്റ് ആയിട്ട് ഇത് പെർസ്യൂ ചെയ്യാൻ ഒരു മേഖല കിട്ടിയത്. സോ അത് എപ്പോഴും ഗ്രേറ്റ്ഫുള്ളാണ്. പിന്നെ ഞാൻ ഒരിക്കലും ഒരു ഗ്രാൻഡ് എടുക്കത്തില്ല. ഏത് പഠനം ചെയ്യാൻ ഞാൻ എൻ്റെ ബെസ്റ്റ് എഫേർട്ടാണ് പുട്ട് ചെയ്യുന്നത്. ഇതുവരെ നല്ല സ്വീകരണം കിട്ടിയത്. ഇതുപോലെ തന്നെ മുന്നോട്ട് പോകണമെന്ന് വിശ്വസിക്കുന്നു. സോ നോക്കാം. ജീവിതത്തിലും കൊടുക്കൽ വാങ്ങലുണ്ട്. അതെ, ഉറപ്പായിട്ടും. അതെ, ഇത് ശരിക്കും ഈ പടം മൊത്തം ഒരു കോമൺ മാൻ്റെ സ്ട്രഗിൾസ്, എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാരക്ടറും ഒരുപാട് അനുഭവങ്ങളും ഇന്ന് കാണാൻ പറ്റുമെന്ന് നല്ലൊരു കോൺഫിഡൻസ് ഉണ്ട് ഞങ്ങൾക്ക്. വീട്ടിലെ അച്ഛനും ഈ അച്ഛനായിട്ടുള്ള വ്യത്യാസം അല്ല, ഒരുപാട് സിമിലാരിറ്റീസ് ഉണ്ട്. പക്ഷെ ഇത് കുറച്ചുകൂടി എന്ന് പറഞ്ഞാൽ ഈ കഥാപാത്രം എന്ന് പറഞ്ഞാൽ പുള്ളി ശരിക്കും അച്ഛന് വേണ്ടി ജീവിക്കുന്ന ഒരു മോനാണ്. കാരണം അച്ഛന്റെ സ്വപ്നങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്ന ഒരു മോനാണ്. അപ്പോഴത്തേക്ക് പക്ഷെ പുള്ളിയുടെ ഉള്ളിലൊരു ഫയറുണ്ട്. അത് പുറത്ത് പറയാൻ ഒരു ധൈര്യമല്ല. പക്ഷെ ആ സമൂഹം പുള്ളിനെ അനുവദിക്കുന്നില്ല. കാരണം പുള്ളി എന്തോ അടക്കി പിടിച്ച് ജീവിക്കും അച്ഛന് വേണ്ടി. അപ്പം പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ പുള്ളിയുടെ ഒരു ക്യാരക്ടർ ആർക്ക് കാണുന്നത്. കാരണം ഇപ്പം പുള്ളിക്ക് എന്തായാലും ഇത് നേടിയാലേ പറ്റത്തുള്ളൂ. അതാ ആ ക്യാരക്ടർ ആർക്ക്. എന്നെ സംബന്ധിച്ച് എൻ്റെ ഫാമിലി ഭയങ്കര സപ്പോർട്ടീവായിരുന്നു. എന്ന് പറഞ്ഞാൽ കോളേജ് കഴിഞ്ഞിട്ട് ഞാനൊരു ആക്ടർ ആവണമെന്ന് പറഞ്ഞപ്പോൾ അവരെ ശരിക്കും പറഞ്ഞാൽ നീ ഒരു ഡിഗ്രി എടുത്ത് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് പറ്റുന്നതിനെ നീ സപ്പോർട്ട് ചെയ്യാം. പക്ഷെ അത് എൻ്റെ ഇതിൽ ഇത് ഓഡിയൻസ് തീരുമാനിക്കാൻ നീ നിൽക്കണോ വേണ്ടോ എന്ന്. പക്ഷെ ഞങ്ങൾക്ക് പറ്റുന്നത് അത്ര സപ്പോർട്ട് ചെയ്യാം, നീ പോയി ചെയ്ത് നോക്കെന്ന് പറഞ്ഞൊരു സപ്പോർട്ട് തന്നു. ആ വിശ്വാസം കൊണ്ടാണ് ഞാൻ ശരിക്കും ഇതിൽ ഇറങ്ങി തിരിച്ചത്. അതെ, എനിക്ക് അങ്ങനെ തന്നെ തോന്നുന്നു. തീർച്ചയായും വളരെ സന്തോഷമുണ്ട്. നമ്മുടെ ഓടുന്ന സിനിമയുടെ ഭാഗമാകാൻ കഴിയുന്ന വലിയ കാര്യമാണ്. എനിക്ക് വളരെ പ്രതീക്ഷയുള്ള ഒരു സിനിമയാണ് യുണൈറ്റഡ് കിങ്ഡം ഓഫ് കേരള. കാരണം ഇതിൻ്റെ തീം, ഇതിൻ്റെ മൊത്തത്തിലുള്ളൊരു കാര്യങ്ങളെല്ലാം ജനങ്ങൾക്ക് ഒരു വീട്ടൊരാൾക്കെങ്കിലും റിലേറ്റഡ് ആകുന്ന വിഷയങ്ങളാണ് ഇതിനകത്തുള്ളത്. അതുകൊണ്ട് നമ്മുടെ നാട്ടുകാർ സംസാരിക്കുന്ന പറയിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ ഇതിനകത്തുണ്ട്. അതും പറഞ്ഞ പോലെ തന്നെ അതുകൊണ്ട് തന്നെ വലിയ സാധ്യതയുണ്ട്. അച്ഛനും മോനുമായിട്ടാണല്ലോ സിനിമയില് ഇപ്പൊ മിക്ക ആളുകളും അച്ഛനായിട്ട് അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ അച്ഛനും മോനുമുള്ള കോമ്പയങ്ങളുണ്ട്. സിനിമ കണ്ടിട്ട് ഞങ്ങൾ തീരുമാനം ചെയ്യുമ്പോൾ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരിക്കും? നല്ല കോമ്പയറാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ ഇതിനെ അടുത്തിരിക്കുന്നത്. കാരണം അന്ന് തുടങ്ങിയ അടുപ്പം ഇന്നും ഉണ്ട്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു മകൻ തന്നെയായിരുന്നു രഞ്ജിത്ത്. രഞ്ജിത്ത് വളരെ നന്നായിട്ട് ബിഹേവ് ചെയ്തിട്ടുണ്ട്. ഈ പറഞ്ഞ പോലെ ഒരുപാട് ഇമോഷണൽ മുഹൂർത്തങ്ങളും രഞ്ജിത്തിനൊക്കെയൊന്നും രഞ്ജിത്തിന് മുമ്പ് ഏത് സിനിമകളിലെല്ലാം അഭിനയിക്കാറുണ്ട്. എന്നാൽ പോലും ഇത് കുറച്ചുകൂടെ കൂടുതലുണ്ട്. കുറച്ചൊന്നും ഒരു നാട്ടം പുറത്ത് പരിപാടികൾ, പിന്നെ ഇമോഷൻ, ആക്ഷൻ, ഡാൻസ് ഉണ്ട്, ചെറിയ ചെറിയ ലൈറ്റർ ഹ്യൂമർ ഉണ്ട്. ഇപ്പം എല്ലാം ഉള്ളൊരു പടമാണ്. അപ്പം രഞ്ജിത്ത് ഭയങ്കര രസമായിട്ട് ഇപ്പം ഞാനായിട്ട് എനിക്ക് ഏറ്റവും കൂടുതൽ ഇതിനകത്ത് സ്ക്രീൻ ഡ്യൂറേഷൻ ഉള്ളത് ഞാനും രഞ്ജിത്തും തമ്മില്ല. രഞ്ജിത്ത് ഭയങ്കരമായിട്ട് എന്നെ പോലെ ഭയങ്കര രസമായിട്ട് അത്ഭുതപ്പെട്ടു. കാരണം ഒരിക്കലും പോലെ ഒരു രഞ്ജിത്ത് പോകുന്ന ഒരു ഇൻടേക്കോ കാര്യങ്ങളൊന്നും ഉണ്ടാകേണ്ട സാഹചര്യം ഉണ്ടായിട്ട് വളരെ നന്നായിട്ട് വെൽ സ്റ്റഡീഡ് ആയിരുന്നു രഞ്ജിത്ത്. പിന്നെ ആരും നന്നായിട്ട് മോൾഡ് ചെയ്തിട്ടുണ്ട്. എല്ലാം കൊണ്ടും ഒരു അനുകൂല സാഹചര്യമായിരുന്നു ദൈവത്തിനെ കൊണ്ട് ഇതുവരെ. നിങ്ങളെല്ലാം പൂർണ്ണമായി സപ്പോർട്ട് ചെയ്യണം. കാരണം ഇതൊരു ഞാൻ പറഞ്ഞത് നിങ്ങൾ സപ്പോർട്ട് ചെയ്യേണ്ട ഒരു സിനിമയാണ്. കാരണം ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ശരിയല്ലേ? നിങ്ങൾ പറഞ്ഞില്ല, നിങ്ങളുടെയൊക്കെ ഒരാളെങ്കിലും വെച്ച് ഈ സിനിമയിൽ ഒരാളുണ്ടാവും. ഉറപ്പായിട്ടും നിങ്ങളിൽ ഒരാളുണ്ടാവും. ഇപ്പം ഹൈദരാലി
എൻ്റെ പേരൻസോ ഹൈദരാലി ആൾക്കാർ ആഗ്രഹിച്ച സ്ഥലത്തായിരിക്കില്ല ഹൈദരാലി ഇപ്പോൾ എത്തിയിരിക്കുന്നത് അല്ലേ? പക്ഷെ ഹൈദരാലി ഹാപ്പിയായിരിക്കും. അപ്പോൾ നമ്മൾ ഹാപ്പിയാണോ വീട്ടുകാർ ഹാപ്പിയാണോ? വീട്ടുകാർ ഹാപ്പിയാണോ നമ്മൾ ഹാപ്പിയാണോ? അപ്പോൾ വീട്ടുകാരെ നമ്മളൊരു കാര്യം ചെയ്യാം, വീട്ടുകാരെ ഹാപ്പിയാക്കാൻ വേണ്ടി നമുക്ക് വളരെ സഫർ ചെയ്യാം, ഇല്ല വീട്ടുകാർക്ക് നമ്മുടെ ആഗ്രഹം സാധിക്കാൻ വേണ്ടി സഫർ ചെയ്യാം. ഇങ്ങനെ ഞാൻ പറയും, സ്നേഹം കൊണ്ടുള്ള പരസ്പരമുള്ള ഒരു മത്സരമാണ് ഈ സിനിമ. എനിക്ക് കറക്റ്റ് അറിയത്തില്ല, പക്ഷെ ഒരു കാര്യം സത്യമാണ്, നമ്മളിവിടെ ഇപ്പോൾ യൂത്തിന്റെ സിനിമ എന്ന് പറഞ്ഞ് നമുക്കറിയാമല്ലോ, യൂത്തിന്റെ സിനിമ എപ്പോഴും ഒരു ലവ് സ്റ്റോറി അല്ലെങ്കിൽ കുറച്ച് ഇടി വയലൻസ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനത്തെ സിനിമകൾ വിജയിക്കുന്നത്, എല്ലാം നല്ലതാണ്. പക്ഷെ അതിനപ്പുറത്തോട്ട് ഈ റീസെന്റ് ഒരുപാട് 2K കിഡ്സ് എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ട്രോളുകൾ ഒരു വയലൻസിന് മാത്രമാണ്, അതല്ലാത്ത കുറെ ആൾക്കാരുണ്ട്, കുറെ നല്ല പിള്ളേരുണ്ട്. അപ്പോൾ ഇതൊന്നും അല്ലാതെ നമ്മുടെ യൂത്തിന് ചെയ്യാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ എൻ്റെ നാട്ടിൽ തന്നെ പെരുമ്പളം എന്നാണ് എൻ്റെ നാട്ടിൽ വരെ, അവിടെ ഈ ക്ലബുകൾ പിള്ളേരെ PSC കോച്ചിങ്ങിന് വേണ്ടിയിട്ട് നൈറ്റ് അവർ തന്നെ ഇനിഷ്യേറ്റ് ചെയ്ത് ഒരുപാട് ആൾക്കാർ പോലീസിലേക്കും അല്ലെങ്കിൽ LD ക്ലർക്ക് അങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പം അങ്ങനെ ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ സിനിമയിൽ ഇപ്പോൾ ലവ് സ്റ്റോറി ആണെന്ന് വെച്ചാൽ ഒന്നുമില്ല, വളരെ മൈന്യൂട്ടായിട്ട് ഇങ്ങനെ പറഞ്ഞു പോകുന്നത്. ഇതിൽ നമുക്ക് യൂത്തിന് വേറെ കാര്യങ്ങൾ ചെയ്യാനുണ്ട് എന്നുള്ളത്, പക്ഷേ സോഷ്യൽ റെലവൻ്റ് ആയിട്ടുള്ള ഒരു പരിപാടിയുടെ ഇടയിൽ കൂടി പറഞ്ഞുകൊണ്ട് സബ്ജക്റ്റാണ്. ഇത് റിലീസ് ചെയ്തിരിക്കുന്ന ദിവസവും പക്ഷേ എന്താ പറയുക, ഒരുപാട് സിനിമകൾ ഇറങ്ങുന്ന പോലെ ശരിക്കും എന്താ പറയാ ഏറ്റുമുട്ടൽ തന്നെ വേണമെങ്കിൽ പറയാം. നമുക്ക് ഏറ്റുമുട്ടലിനേക്കാളപ്പുറത്ത് നമുക്ക് നമ്മുടെ സിനിമയിൽ നല്ല വിശ്വാസമുണ്ട്. ഒന്ന്, രണ്ടാമത്തെ കാര്യം മാറ്റി വെച്ചിരുന്നെങ്കിൽ സേഫ് ഇല്ല, അങ്ങനെ ഒരു തോന്നലില്ല. അങ്ങനെ അത് വെല്ലുവിളിയൊന്നുമല്ല, അങ്ങനത്തെ ഒരു പരിപാടിയല്ല നമ്മൾ. കാരണം വെച്ചാൽ നമ്മളുടെ കോൺഫിഡൻസ് വെച്ചാൽ നമ്മളുടെ കൂടെ വരുന്ന ഒരു സിനിമയും നമ്മുടെ ജോണറിൽ പെട്ടല്ല എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ കോൺഫിഡൻസ്. പിന്നെ നമ്മൾ പറഞ്ഞില്ലേ, ഈ സിനിമ കണ്ട് തീരുമ്പോൾ നിങ്ങളായാലും അത് നമ്മുടെ ഏറ്റവും വലിയ വിശ്വാസമാണ്. നിങ്ങളായാലും ഒന്ന് ചിന്തിക്കും, ഓ ഇങ്ങനെ എൻ്റെ ഒരു സുഹൃത്തിനുണ്ടല്ലേ, ഓ ശരിയാണല്ലേ, അത് തന്നെയായിരിക്കും നമ്മുടെ ഏറ്റവും വലിയ വിശ്വാസം. ആക്ടർ ആവണമെന്നുള്ള ആഗ്രഹമാണ് ഈ സിനിമയായിട്ട് കണക്ട് ചെയ്ത് തന്നെ ഈ പോകുന്ന ജീവിതം പോലെ കണക്ട് ചെയ്ത് പോകുന്നുണ്ട്. ഒരു കലാകാരൻ എന്ന നിലയിൽ മോനെ മാറ്റി ഒരു കലാകാരൻ എന്ന നിലയിൽ മോനോട് കൂടുതൽ കാര്യങ്ങൾ സംസാരിക്കും. സിനിമയുടെ ഒരു അഭിനയം കഴിഞ്ഞ് വരുമ്പോൾ ഓരോ സിനിമ റിലീസ് കൂടുതൽ എന്തൊക്കെയായിരിക്കും സംസാരിക്കാറുള്ളത്? ഞങ്ങൾ കുടുംബമായിട്ട് കലയെ സ്നേഹിക്കുന്ന ഒരു ഫാമിലിയാണ്. അപ്പോൾ ഞങ്ങൾ 2009 നമ്മുടെ പ്രൊഡക്ഷൻ ഹൗസ് ലോഞ്ച് ചെയ്യുന്നത്. പ്രണയമാണല്ലോ നമ്മുടെ ഫസ്റ്റ് ഫിലിം. അന്ന് രഞ്ജിത്ത് തീരെ കുഞ്ഞായിരുന്നു. പക്ഷേ രഞ്ജിത്ത് കൊച്ചിലെ തൊട്ട് ഒരു ആർട്ടിസ്റ്റാണ്. അവൻ നടക്കുന്നതിന് മുമ്പേ ഡാൻസ് ചെയ്യുന്നതാണ് എൻ്റെ അനുഭവം. മ്യൂസിക്കിനെ പറ്റിയാണെങ്കിലും ആർട്ടിനെ പറ്റിയാണെങ്കിലും നല്ലപോലെ വരയ്ക്കും. സോ ആർട്ടിസ്റ്റ് ഒത്തിരി പുള്ളിക്കാരൻ്റെ രഞ്ജിത്തിൻ്റെ ലൈഫിൻ്റെ ഒരു വെരി സെൻട്രൽ കോർ ആസ്പെക്റ്റാണ്. അപ്പം കൊച്ചിലെ തൊട്ട് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് അവനൊരു ആർട്ടിസ്റ്റാണ്. ബട്ട് അവൻ പഠിത്തത്തിൽ ഇൻ്റലിജൻ്റ് ആണ്, പക്ഷേ അക്കാഡമിക്കലി ഇൻട്രസ്റ്റ് ഉള്ള കാര്യത്തിൽ ഭയങ്കര ഡെഡിക്കേറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യും. അവൻ്റെ ഏറ്റവും ഹാപ്പി സ്പേസസ് പെർഫോമിങ് ആ സമയത്താണ് അവൻ്റെ ഏറ്റവും സന്തോഷമുള്ള ഒരു സ്പേസ്. പഠിത്തം ഓഫ് കോഴ്സ് എഡ്യൂക്കേഷൻ ഞങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നുന്നുണ്ട്. ബിക്കോസ് ഒരു ആക്ടറിൻ്റെ ഒരു സ്പേസ് ഭയങ്കര കോമ്പറ്റേറ്റീവ് ഒരു ഫീൽഡാണ്. അതിൽ നമുക്ക് ഒന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് ഫോൾ ബാക്ക് ചെയ്യാനായിട്ടൊരു ബേസിക് ക്വാളിഫിക്കേഷൻ വേണമെന്ന് ഞങ്ങളുടെ പേരൻസിനൊരു നിർബന്ധം ഉണ്ടായിരുന്നു. അങ്ങനെ